أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون السلام عليكم ورحمة الله وبركاته. നാം ഇപ്പോൾ ഓതിക്കേട്ട ആയത്ത് സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനമാകുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക. കഴിഞ്ഞ ദർസിൽ ഫുർഖാൻ എന്ന പദത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ദർസാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്നും ഫുർഖാൻ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടുള്ള ഹുസൂർ തിരുമനസിൻ്റെ തഫ്സീറുകളാണ്. പറയുന്നു, ഫുർഖാൻ എന്നതിൻ്റെ തനിമയാർന്ന അർത്ഥം വേർതിരിച്ചു കാണിക്കുക, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം, വിവേചനം എന്നൊക്കെയാണ്. ഇനിയുള്ള ചോദ്യം, ഇസ്ലാമിൻ്റെ സാങ്കേതിക പ്രയോഗത്തിൽ ഫുർഖാൻ എന്ന പദത്തിന് എന്തർത്ഥമാണുള്ളത് എന്നതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, പല മുഫസ്സിരീങ്ങളും ഫുർഖാൻ എന്ന പദത്തിന് വ്യത്യസ്ത അർത്ഥമാണ് നൽകിയിട്ടുള്ളത്. തഫ്സീർ ഹരീർ വാള്യം 1 അബുൽ ആലിയയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം ഫുരിഖ ബിഹി ബൈനൽ ഹഖി വൽ ബാത്തിൽ, സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന വസ്തു. മുജാഹിദിൻ്റെ ഖൗല് അനുസരിച്ച് ഇബ്നു ഹരീർ ഇപ്രകാരം എഴുതുന്നു, ഫുർഖാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രന്ഥം തന്നെയാണ്. അതിൻ്റെ അർത്ഥം സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുക എന്നതാണ്. ഇബ്നു ഹരീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ കൗലും എഴുതിയിട്ടുണ്ട്. ഫുർഖാൻ എന്നുള്ളത് തൗറാത്തിൻ്റെയും സബൂറിൻ്റെയും ഇൻജീലിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെയും സമാഹാര അല്ലെങ്കിൽ സമ്മേളന നാമമാണ്. ഇബ്നു സയ്യിദിൽ നിന്നും ഇബ്നു ഹരീർ നിവേദനം ചെയ്യുന്നു, ഫുർഖാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും ലഭിച്ചിട്ടുണ്ട്, ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും ലഭിച്ചിട്ടുണ്ട്. ബദർ യുദ്ധാവസരത്തിൽ സർവശക്തനായ അള്ളാഹു ബഹുദൈവാരാധകരെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെയും വേർതിരിച്ച് കാണിക്കുകയുണ്ടായി. അല്ലാമ ഖർത്തബി എഴുതുന്നു, ചില ആളുകൾ ഈ ആയത്തിന് അർത്ഥം നൽകിയത് ഇപ്രകാരമാണ്. അതായത്, മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഫുർഖാനും നൽകി. അതുപോലെ തന്നെ അദ്ദേഹം എഴുതുന്നു, ആരെല്ലാമാണോ ഫുർഖാൻ എന്ന പദത്തിന് കിതാബ് അഥവാ ഗ്രന്ഥം എന്ന് നൽകിയിട്ടുള്ളത്, അവർ പറയുന്നു, കിതാബിന് ശേഷം ഫുർഖാൻ എന്ന പദം ഊന്നൽ നൽകുന്നതിന് വേണ്ടിയാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സജ്ജാജും ഇത് തന്നെയാണ് പറയുന്നത്, ഫറാവും ഇത് തന്നെയാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നു ഫുർഖാൻ കിതാബിൻ്റെ സിഫത്താണ് എന്ന്. ഈ റഫറൻസിൻ്റെയൊക്കെ സാരാംശം എന്നുള്ളത്, ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം സത്യവും അസത്യവും വേർതിരിക്കുക എന്നതാണ്. ഇതിനപ്പുറം അള്ളാഹു ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ ഏതെങ്കിലും ഒരു വസ്തുവിനെ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്നതാക്കി മാറ്റി, അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഗ്രന്ഥത്തെ തന്നെയാണ് ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ പറയുന്നത് ഫിർഔൻ സമുദ്രത്തിൽ മുങ്ങിയതിനും മിസ്രിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നതും മൂസ അലൈഹിസ്സലാമും സംഘവും മിസ്രിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നതുമൊക്കെ ഈ വാക്കിന് അർഹമാണ് എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കിതാബും ഫുർഖാനും
ഒന്നാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു പറയുന്നു, സൂറ അംബിയയിലായത്താണ്, വലഖദ് ആതൈന മൂസ വഹാറൂനൽ ഫുർഖാന വദിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ. അതായത് മൂസാക്കും ഹാറൂനും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തവും പ്രകാശവും ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്കായി ഒരു ഉത്ബോധനവും നാം നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുർഖാൻ കൊടുത്തതിൽ ഹാറൂൻ അലൈഹിസ്സലാമിനെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫുർഖാൻ എന്നതിന് തൗറാത്ത് എന്ന് അർത്ഥം നൽകാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഫുർഖാൻ എന്ന പദം ഒരുപാട് അർത്ഥങ്ങളിൽ പ്രയുക്തമായിട്ടുണ്ട്. ഒന്ന്, ഫുർഖാൻ എന്ന പദം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നു, തബാറകല്ലസീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അതായത് അവൻ അള്ളാഹു തന്നെയാണ് തൻ്റെ ദാസന് മുകളിൽ ഫുർഖാൻ ഇറക്കിയത്, സർവ്വലോകത്തിനും ഒരു മുന്നറിയിപ്പുകാരനാകുന്നതിനായി. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആൻ്റെ പേരാണ് ഫുർഖാൻ എന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു സൂറ ബഖറയിൽ പറയുന്നു, ഷഹ്റു റമളാനല്ലസീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതായത് റമളാൻ്റെ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഈ ഗ്രന്ഥം ആളുകൾക്ക് ഹിദായത്താകുന്നു. ഇതിൽ സന്മാർഗത്തിൻ്റെയും ഫുർഖാൻ്റെയും തെളിവുകൾ അടങ്ങിയിരിക്കുന്നു. അതായത് സത്യവും അസത്യവും വേർതിരിക്കുന്ന തെളിവുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഫുർഖാൻ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഈ ആയത്ത് മുഖേന പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ഫുർഖാൻ്റെ മറ്റൊരർത്ഥം പ്രയാസങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടുക, മുക്തനാകുക എന്നതാണ്. ഇത് സംബന്ധിച്ച് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്നു. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ തഖ്വയെ സ്വായത്തമാക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് തുറന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ആയത്തുകളിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും, വാസ്തവത്തിൽ ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന വസ്തു എന്നാണ്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി ഫുർഖാൻ്റെ വാഗ്ദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥവും ഇത് തന്നെയാണ്. അതായത് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയങ്ങളിൽ, ഘട്ടങ്ങളിൽ ശരിയായ മാർഗം, ശരിയായ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും കഴിവും അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. ഇനി മൂസ അലൈഹിസ്സലാമിനും ഫുർഖാൻ ലഭിക്കുകയുണ്ടായി എങ്കിൽ അതിനർത്ഥം എന്നുള്ളത് തൻ്റെ അനുയായികൾക്കും ശത്രുക്കൾക്കുമിടയിലും അതുപോലെ സത്യത്തിനും അസത്യത്തിനുമിടയിൽ വേർതിരിവ് കൽപ്പിക്കുന്ന ഒരു വസ്തു അദ്ദേഹത്തിന് നൽകപ്പെട്ടു എന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഫുർഖാൻ എന്ന് പറയാൻ സാധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥവും ഇത് തന്നെയാണ്. അതായത് അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ അനുഗമിക്കുന്ന ആളുകളും സത്യവും അസത്യവും തമ്മിൽ വ്യത്യാസം കൽപ്പിച്ചിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശത്രുക്കൾ ഒരു പക്ഷേ ആഗ്രഹിക്കുകയായിരുന്നു എങ്കിൽ അതിൻ്റെ സഹായത്തോടെ സത്യത്തെ മനസ്സിലാക്കാമായിരുന്നു അവർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം പരിമിതപ്പെടുത്താൻ ഒരു കാരണവുമില്ല. അതുപോലെ തന്നെ ഇതിനെ ബദർ യുദ്ധം അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമും സംഘവും സമുദ്രം വഴി രക്ഷപ്പെട്ടു പോയ ആ ദൃഷ്ടാന്തത്തിൽ അതിനെ പരിമിതപ്പെടുത്താൻ ഒരിക്കലും തന്നെ സാധിക്കുകയുമില്ല. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.